ഈസ്റ്റർ ആശംസകൾ. ഈ വർഷത്തെ കേരള അസോസിയേഷൻ്റെ ആനുവൽ റിപ്പോർട്ട് അവതരിപ്പിക്കുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. 3-4 പേജസ് ഉണ്ട്, സദ്യം ക്ഷമിക്കുക. കേരള അസോസിയേഷൻ്റെ 6ാമത് വാർഷിക പൊതുയോഗം 2013 ഏപ്രിൽ 6-ന് RIC ക്ലബിൽ വെച്ച് നടത്തുകയും പ്രത്യേക യോഗത്തിൽ പ്രസിഡന്റ് മിസ്റ്റർ ജോഷി സൈമൺ അധ്യക്ഷത വഹിക്കുകയും സെക്രട്ടറി മിസ്റ്റർ ബിജി ജോസഫ് വാർഷിക റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ട്രഷറർ മിസ്റ്റർ ജസ്റ്റിൻ മാത്യു 2012-13 കണക്ക് അവതരിപ്പിക്കുകയും അത് പൊതുയോഗം പാസ്സാക്കുകയും ചെയ്തു. തുടർന്ന് 2013-14 പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പുതിയ ബോർഡ് മെമ്പേഴ്സ്: പ്രസിഡന്റ് മിസ്റ്റർ സുനിൽ കുമാർ, സെക്രട്ടറി ജോഷി മാത്യു, വൈസ് പ്രസിഡന്റ് മിസ്റ്റർ റോയ് ജോസഫ്, ട്രഷറർ മാത്യു തോമസ്, ജോയിന്റ് സെക്രട്ടറി ഹണിമോൾ ജോസഫ്, എഡിറ്റർ ഡോക്ടർ അജി ബേബി, PRO രാജൻ ലൂക്കോസ്, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ഡോക്ടർ ദിലീപ് സലാം ആൻഡ് ഷൈനി ജോസഫ് എന്നിവരെ പൊതുയോഗം ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. അസോസിയേഷന്റെ അക്കൗണ്ട്സും അസറ്റ്സും പുതിയ കമ്മിറ്റിക്ക് കൈമാറി. ഏപ്രിൽ 14, 2013 കേരള അസോസിയേഷന്റെ പുതിയ ഭാരവാഹികൾ യോഗം ചേരുകയും അസോസിയേഷന്റെ ഒരു വർഷത്തെ പ്രവർത്തനം ഏത് രീതിയിൽ ആയിരിക്കണമെന്ന് വിശദമായി ചർച്ച ചെയ്യുകയും ചെയ്തു. അതിൽ ഉയർന്നു വന്ന നിർദ്ദേശങ്ങളനുസരിച്ച് ഡെറിയിൽ വളർന്നു വരുന്ന പുതിയ തലമുറയെ ഫോക്കസ് ചെയ്ത് അവരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുവാൻ തീരുമാനിച്ചു. അസോസിയേഷന്റെ പണമിടപാടുകൾ മുഴുവൻ ബാങ്ക് ട്രാൻസ്ഫർ വഴിയാക്കുവാൻ തീരുമാനിച്ചു. എല്ലാ വരവ് ചെലവുകളും കൃത്യമായി റെക്കോർഡ് ചെയ്യുവാനും തീരുമാനിച്ചു. ഇതുവരെ ഏകദേശം 22 ബോർഡ് മീറ്റിംഗ്സും 48 ഒഫീഷ്യൽ മീറ്റിംഗ്സും കൂടാതെ ബോർഡ് മെമ്പേഴ്സിന്റെ പരസ്പരമുള്ള കൂടിയാലോചനകളും ഈ അസോസിയേഷന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ ഭാഗമായിരുന്നു. ഇന്ന് AGM-ൽ മിനിറ്റ്സ് അവതരിപ്പിക്കുമ്പോൾ വളരെ അഭിമാനത്തോടെയാണ് ബോർഡ് മെമ്പേഴ്സ് എല്ലാവരും നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഡെറിയിലെ കേരള അസോസിയേഷന്റെ അംഗങ്ങൾക്കായി ഈ വർഷം ഞങ്ങൾ കാഴ്ചവെച്ച കാര്യങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ. മലയാളം ലാംഗ്വേജ് ക്ലാസ് കൃത്യമായി നടത്തിക്കൊണ്ടു പോകാൻ ഞങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചു. അതിനുവേണ്ടി ഞങ്ങളെ സഹായിച്ച ടീച്ചർ ഷൈനി സൂരത്, അസിസ്റ്റൻസ്, മാതാപിതാക്കൾ, കുട്ടികൾ എന്നിവരെ ഞങ്ങൾ സ്നേഹപൂർവ്വം ഓർക്കുന്നു. ജൂലൈ 27, 2013 ബ്രിഗേഡ് ക്രിക്കറ്റ് ക്ലബിൽ വെച്ച് ഓൾ ഫാമിലി ഫൺ ഡേ നടത്തുകയുണ്ടായി. T20 ക്രിക്കറ്റ് ടൂർണമെന്റും ചെസ് കോമ്പറ്റീഷനും വളരെ ആവേശകരമായ പ്രതികരണമാണ് ഞങ്ങൾക്ക് എല്ലാ കുടുംബങ്ങളിൽ നിന്നും ലഭിച്ചത്. ലിറ്റിൽ ചെസ് മാസ്റ്റർ 2014 ഡൽഹിയിലെ ചെസ് മാസ്റ്റർ ആയ മിസ്റ്റർ അലൻ റൺബോർഡിന്റെ സഹായത്തോടുകൂടി കുട്ടികൾക്ക് 9 വീക്സ് ട്രെയിനിങ് നൽകിയുണ്ടായി. ഡൽഹിയിൽ ചെസ് കളിക്കാൻ അറിയാത്ത കുട്ടികൾ ഉണ്ടാകാൻ വഴിയില്ല. ഇപ്പോൾ ഇന്ന് എല്ലാ വീടുകളിലും ഒരു ചെസ് ബോർഡ് കാണുമ്പോൾ ഞങ്ങൾ കൃതാർത്ഥരാണ്. ഓഗസ്റ്റ് 11, 2013 ആനുവൽ സ്പോർട്സ് ഡേ ബ്ലണ്ടർമോട്ട് ക്രിക്കറ്റ് ക്ലബിൽ വെച്ച് നടത്തിയുണ്ടായി. കുട്ടികൾക്കും മുതിർന്നവർക്കുമായി ഒട്ടനവധി മത്സരങ്ങൾ സംഘടിപ്പിച്ചു. വളരെ ആവേശകരമായ പങ്കാളിത്തമാണ് ഉണ്ടായത്. ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ബ്രിഗേഡ് ക്രിക്കറ്റ് ക്ലബിന്റെ സഹായത്തോടെ മുതിർന്ന കുട്ടികൾക്ക് ക്രിക്കറ്റ് പരിശീലനം നൽകി. 30 ഓഗസ്റ്റ് 2013 ഇന്ത്യൻ ഓഷ്യൻ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന് കേരള ടൈഗേഴ്സ് ടീം പങ്കെടുക്കുകയും റണ്ണർ-അപ്പ് പൊസിഷൻ നേടിയെടുക്കുകയും ചെയ്തു. അതിനുവേണ്ട സഹായങ്ങൾ കേരള അസോസിയേഷൻ നൽകുകയും ചെയ്തു. കേരള അസോസിയേഷൻ ബോർഡിന്റെ തീരുമാനപ്രകാരം ഗുഡ് റിലേഷൻസ് കമ്മിറ്റിക്ക് പ്രയോജനപ്പെടുത്തി ഒരു ജൂനിയർ ക്രിക്കറ്റ് ക്ലബ്ബ് രൂപീകരിച്ചു. അതിനെ ഓർഗനൈസേഷൻ ക്ലബ്ബാക്കി ആക്കുവാൻ പരിശ്രമിക്കുകയും അതിന് കേരള ജൂനിയർ ടൈഗേഴ്സ് എന്ന പേര് നൽകുകയും ടീമിന് ഒരു ലോഗോ തയ്യാറാക്കുകയും ചെയ്തു. 31 ഓഗസ്റ്റ് 2013 മെയ്ഡൻ സിറ്റി ഫുട്ബോൾ ക്ലബ്ബുമായി ചേർന്ന് നമ്മുടെ കുട്ടികൾക്ക് ഫുട്ബോൾ